എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ ആ പ്രധാനപ്പെട്ട കാര്യം? ഞാൻ ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചു. സാറേ, സാറെന്നെ വിളിക്കണ്ട, ഞാനെത്തി. ഞാൻ പറഞ്ഞ ക്യാഷ് റെഡിയായോ? സാറ് പണം ആവശ്യപ്പെട്ട എന്റെ കയ്യിലില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരും. സാറിന് എനിക്ക് അത്രയ്ക്കും വിശ്വാസമാ. അല്ല സാറേ, എനിക്കൊരു സംശയം. കോടീശ്വരനായ സാറിന് എന്താ ഇത്ര പെട്ടെന്ന് ഇത്രയും കാശിന് ആവശ്യം? അത് പിന്നെ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ചില ടെക്നിക്കൽ ഇഷ്യൂസാ. ഉടനെ തന്നെ ശരിയാവും. ബാങ്ക് മാനേജർ ഇപ്പൊ വിളിച്ചിരുന്നു. ഓ, ഇഷ്യൂ ക്ലിയർ ചെയ്താ അപ്പൊ തന്നെ ഞാൻ പണം തിരികെ തരാം. കൂടിപ്പോയ ഒരാഴ്ച. അയ്യോ, അതൊന്നും വേണ്ട. സാറ് പതിയെ തിരികെ തന്നാ മതി. സാറിന് പണം പലിശയ്ക്ക് തന്നെന്ന് പറഞ്ഞാ എനിക്കൊരു അന്തസ്സാ. തൽക്കാലം താനിത് ആരോടും പറയണ്ട. ഹേയ്, ഞാനിത് ആരോടും പറയില്ല. ഇത് നമ്മൾ മാത്രമായിട്ടുള്ള ഇടപാടാ. അച്ഛനെന്തിനാ കാശ് കടം വാങ്ങുന്ന? അപ്പൊ വർമ്മ സാറേ, ഞാൻ ഇറങ്ങുവാണ്. ഇതുപോലൊരു 3-4 സ്ഥലത്ത് പോകാനുണ്ട്. ക്യാഷ് ഇടപാട് തന്നെയാ. ഓ ശരി മാത്യു. ശരി സാർ. വളരെ ഉപകാരം. അച്ഛാ, അച്ഛനെന്തിനാ അയാളുടെ കയ്യിൽ നിന്ന് ക്യാഷ് കടം വാങ്ങിയത്? അത് പിന്നെ അച്ഛാ, കടം വാങ്ങിയ അത് തിരികെ കൊടുക്കണ്ടേ? അതിനുള്ള സാഹചര്യം നമുക്കിപ്പോ ഇല്ലല്ലോ. മോളെ, തീരെ ഒഴിവാക്കാൻ പറ്റത്ര അത്യാവശ്യം വന്നു. ഒരു കുട്ടിയുടെ ഭാവി കാര്യ, അവളുടെ സ്വപ്ന ഈ ക്യാഷ് കൊണ്ട് നേടാൻ പോകുന്നത്. പിന്നെ ഈ കടം ദൈവം ഒരു വഴി കാട്ടിത്തരും. കാരണം ഞാൻ ഈ പണം കൊടുക്കുന്നത് നല്ലൊരു കാര്യത്തിനാ. അല്ല, അച്ഛൻ ആർക്ക് കാശ് കൊടുക്കുന്ന കാര്യം ഈ പറയുന്ന? വാങ്ങിച്ചോ, ഇത് മോളുടെ കൈ വെച്ചോ. വീട്ടിലെ ആവശ്യങ്ങൾക്ക് ചിലവാക്കണം. ഈ ക്യാഷ് മോൾ ഒരാൾക്ക് കൊടുക്കണം. മോളുവാ. ലീല ഇരുന്ന് മുഷിഞ്ഞോ? ഇല്ല സാർ. മോളെ, ഈ കുട്ടിയുടെ പഠന സഹായത്തിന് അച്ഛൻ ഈ ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞത്. മോള് തന്നെ ഐശ്വര്യമായിട്ട് പണം കൊടുത്തേ. ഈ പുണ്യം അച്ഛന് തന്നെ കിട്ടട്ടെ. അച്ഛൻ തന്നെ കൊടുത്താൽ മതി. മോളെ, ഈ പണം കൊണ്ടുപോയി കൊടുത്ത് അഡ്മിഷൻ എടുക്കണം കേട്ടോ. വല്യമാവ, കയ്യിലൊന്നും ഇല്ലെങ്കിലും ഇമേജിന് ഒട്ടും കോട്ടം വരുത്താൻ താല്പര്യമില്ല അല്ലേ? ഇപ്പൊ രാജാവെന്ന പേരേ ഉള്ളൂ. പ്രജകളെക്കാൾ ഗതികേടാ, അത് മറക്കണ്ട. അല്ല, ഇമേജ് ഉണ്ടാക്കാൻ ഈ ക്യാഷ് എവിടുന്ന് കിട്ടി? എന്തെങ്കിലും എടുത്ത് വിറ്റതാണോ അതോ കടം വാങ്ങിയതാണോ? നന്ദനെ, സൂക്ഷിച്ച് സംസാരിക്കണം. ഒരുപക്ഷെ എന്റെ അച്ഛൻ ക്ഷമിച്ചു എന്നിരിക്കും. പക്ഷെ എന്റെ അച്ഛനെ അപമാനിച്ച അത് കേട്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല. നീ എന്നെ എന്ത് ചെയ്യൂടി? എന്ത് ചെയ്യുമെന്ന്? കുഞ്ഞു മിണ്ടാതിരിക്കേ. ദേ കുഞ്ഞെ, വർമ്മ സാർ ആരാണെന്ന് കുഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഈ നാട്ടിലുള്ളവർക്ക് മുഴുവനും അറിയാം വർമ്മ സാർ ആരാണെന്ന്. സാറിനെ ഈ അവസ്ഥയിലാക്കിയത് കുഞ്ഞും കുഞ്ഞിന്റെ അച്ഛനും ചേർന്ന. കുഞ്ഞു നോക്കിക്കോ, ഒടുവിൽ വിജയം വർമ്മ സാറിന് തന്നെ ആയിരിക്കും. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥനയുണ്ട്. സാറിനെതിരെയുള്ള കള്ളക്കേസിൽ നിന്നും സാറ് പുഷ്പം പോലെ ജയിക്കും.
ഇത് പാവപ്പെട്ട ഈ ലീലയുടെ വാക്കല്ല, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥനയാ. സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ അല്പം ഉച്ചത്തിൽ സംസാരിച്ചു പോയി. അത് സാറിനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാ. സാറിനെന്നും ദൈവം കൂട്ടുണ്ട്. സാറിൻ്റെത് വലിയ മനസ്സാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. കേട്ടല്ലോ, ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ശബ്ദം അത്. ഒടുവിൽ സത്യം ജയിക്കും. അന്ന് നീ പശ്ചാത്തപിക്കും. ചെറിയമേ, ഇത് അപ്പുവിന് ഫീസ് അടയ്ക്കാനുള്ള ക്യാഷാ. ദാ ചെറിയമ്മ വാ. ദേ കുഞ്ഞെ, വർമ്മ സാർ ആരാണെന്ന് കുഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഈ നാട്ടിലുള്ളവർക്ക് മുഴുവനും അറിയാം വർമ്മ സാർ ആരാണെന്ന്. സാറിനെ ഈ അവസ്ഥയിലാക്കിയത് കുഞ്ഞും കുഞ്ഞിന്റെ അച്ഛനും ചേർന്ന. ഒടുവിൽ വിജയം വർമ്മ സാറിന് തന്നെ ആയിരിക്കും. നന്ദു, നീ എന്തെത്ര ഗൗരവത്തിലിരിക്കുന്നെ? മുഖം കണ്ട ആളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടല്ലോ. അതെ, ഇത്രയൊക്കെ ചെയ്തിട്ടും അയാൾ തളർന്നില്ല. ഇനി അയാളെ തീർക്കണം. എന്റെ അച്ഛൻ ജയിലിൽ കിടക്കാൻ കാരണം അയാളാ. നന്ദു, നീ ദേഷ്യം കൊണ്ട് എടുത്തു ചാടിയൊന്നും ചെയ്യല്ലേ. ഒരുപാട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യ. അമിതമായ ദേഷ്യത്തിൽ നീ എന്തെങ്കിലും ചെയ്താ ഒടുവിലത് നിനക്ക് തന്നെ തിരിച്ചടിയാവും. ഇല്ല ദീപു, ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. എന്റെ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകും. എനിക്ക് കിട്ടിയ ഓരോ അടിക്കും തിരിച്ചടി കൊടുക്കണം. പ്രതാപവർമ്മ ജനങ്ങളുടെ മുൻപിൽ നാണം കടണം. ആ നാണക്കേടില് അയാൾ ഉരുകി ഉരുകി തീരണം. നന്ദു, അദ്ദേഹത്തിന്റെ വലിയ മാവനാ. ആരായ എനിക്കെന്താ? എന്റെ അച്ഛനോട് കാണിച്ച ക്രൂരതയ്ക്ക് ഞാൻ അയാളോട് പകരം ചോദിക്കുക തന്നെ ചെയ്യും. ഒടുവിൽ അപമാനം താങ്ങാനാവാതെ അയാൾ നെഞ്ചുപൊട്ടി മരിക്കുന്നത് എനിക്ക് കാണണം. വലിയ മാവൻ അത്ര പെട്ടെന്ന് തളരുന്ന ഒരാളല്ല. ദീപ് നോക്കിക്കോ, ഈ നന്ദൻ അയാളെ തളർത്തും. ഞാൻ ജീവിച്ചിരിക്കുന്ന തന്നെ അത് കാണാനാ. അയാളുടെ പതനം കണ്ട് ഋതികയും യാമിനിയൊക്കെ നിസ്സഹായരായി നോക്കി നിൽക്കണം. ഹ, നീ ഇങ്ങനെ രോഷം കൊള്ളല്ലേ. റിലാക്സ് ആവ്. നിന്റെ ഒപ്പം ഞാനില്ലേ. പക്ഷേ നമ്മൾ കരുതലോടെ വേണം നീങ്ങാൻ. പ്രതാപവർമ്മ ഒരു സാധാരണ മനുഷ്യനല്ല, അറിയപ്പെടുന്ന ഒരാളാ. അങ്ങനെ ഒരാളെ തകർത്ത അതിന്റെ കോൺസിക്വൻസസ് അത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും. Will you please shut up? ദീപു എന്റെ പക്ഷത്താണോ എന്റെ ശത്രുവിന്റെ പക്ഷത്താണോ? അല്ല നന്ദു, നിന്റെ സേഫ്റ്റിക്ക് അല്ല, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതാ. ഇക്കാര്യത്തിൽ എനിക്ക് ദീപുവിന്റെ ഉപദേശം ആവശ്യമില്ല. ലീവ് മീ അലോൺ. ഏട്ടാ, അതാ അപ്പുവിന്റെ ഫീസൊക്കെ അടച്ചോ അമ്മേ? അപ്പു ഇപ്പൊ ഹാപ്പിയാണോ? ഫീസ് അടച്ചു കേട്ടാ, അവളിപ്പോ ഹാപ്പിയാ. അല്ല, ഋതിക പഠിക്കാനാണെന്ന് പറഞ്ഞു പോകുന്നത് വല്ല ജോലിക്കോ മറ്റോ ആണോ, അതോ വേറെന്തെങ്കിലും ആവശ്യത്തിനാണോ? അല്ല ഏട്ടാ, പഠിക്കാൻ തന്നെ മോള് പോകുന്നേ. അവൾ ചില വലിയ കണക്കുകളുടെ കാര്യങ്ങളിൽ അഭിപ്രായം ചോദിക്കാൻ മാത്രമാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ചെറിയ കാര്യങ്ങൾക്കൊന്നും ആരും എന്നോട് ഒന്നും ചോദിക്കാറില്ല. അത് പിന്നെ പ്രതാപേട്ട, ശേഖരട്ടൻ മില്ലെന്ന് കൊണ്ടുവരുന്ന പണം കൊണ്ട് വീട്ടിലെ ചെലവൊക്കെ നടന്നു പോകുന്നുണ്ട്. അതാ ഏട്ടനെ ബുദ്ധിമുട്ടിക്കാത്ത. എനിക്ക് മോളുടെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട് അമ്മേ. അവൾ എല്ലാ ഭാരങ്ങളും സങ്കടങ്ങളും ആരോടും പറയാതെ മനസ്സിൽ കൊണ്ട് നടക്കുക. മോളെ, എനിക്ക് മില്ല് വരെ ഒന്ന് പോണം. ഒരുപാട് നാളായില്ലേ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അച്ഛാ, തൽക്കാലം ഇപ്പൊ പോണ്ട. ഇപ്പോ മഴക്കാലമല്ലേ,
എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയാലോ? അതുകൊണ്ട് അച്ഛന്റെ യാത്രയൊക്കെ പിന്നീടാക്കാം. മഴക്കാലമൊക്കെ ഒന്ന് കഴിയട്ടെ. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതെന്താ ആ പ്രധാനപ്പെട്ട കാര്യം? ഞാൻ ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചു.